രാഹുൽ ഗാന്ധി കുറച്ച് നാളായിട്ട് ഉന്നയിച്ചുകൊണ്ടുവരുന്ന ആരോപണങ്ങളുടെ ഒരു പൊതുശൈലി എന്ന് പറഞ്ഞാൽ അതാണ്. വെറുതെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക, ശേഷം കോടതിയിൽ പോയിട്ട് മാപ്പ് പറയുക, അവിടെ നിന്ന് ഊരി വരിക. ബാംഗ്ലൂർ സെൻട്രലിൽ ഫേക്ക് ആയിട്ടായിരുന്നാൽ പോലും അവരൊരു ആരോപണം ഉന്നയിച്ചത് 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികളിൽ കോൺഗ്രസ് ലീഡ് ചെയ്തപ്പോൾ ഒരിടം മാത്രം BJP ലീഡ് ചെയ്യുന്നു. അതും ഫാക്ച്വലി തെറ്റാണ്. ആക്ച്വലി അത് ആരോപണമായിട്ട് ഉന്നയിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മഹാരാഷ്ട്രയിലെ ധുലെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലായിരുന്നു. ഇത് ഒന്നാമത്തെ കള്ളം രാഹുൽ ഗാന്ധി പറഞ്ഞത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ആദിത്യ ശ്രീവാസ്തവ എന്ന് പറയുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന് 2 സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് ബാംഗ്ലൂരിലും വോട്ടുണ്ട്, പിന്നെ ഒന്ന് UP-യിലും വോട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇന്ന് വളരെ വ്യക്തമായിട്ട് ഇലക്ഷൻ കമ്മീഷനും ആദിത്യ ശ്രീവാസ്തവനെ നേരിട്ടും വന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. എനിക്ക് ഒരിടത്ത് മാത്രമേ വോട്ടുള്ളൂ, ഞാൻ ഒരിടത്ത് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ, ഞാൻ UP-യിൽ നിന്ന് ട്രാൻസ്ഫറായി ബാംഗ്ലൂരിലേക്ക് വന്ന സമയത്ത് എന്റെ വോട്ട് ഇങ്ങോട്ടേക്ക് ചേർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഇവിടെ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ കള്ളം. മൂന്നാമത്തെ കള്ളം, അദ്ദേഹം ഇന്നൊരു ഫാമിലിയെ എടുത്തിട്ട്, ഓം പ്രകാശ് ബാഗ്രി എന്ന് പറയുന്ന ഒരു ഫാമിലിയുടെ എടുത്തു വെച്ചിട്ട് ഇവര് മുഴുവനും ഫേക്ക് വോട്ടേഴ്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസ് മീറ്റ് വിളിച്ചിട്ട് പവർ പോയിന്റ് ഒരു വലിയ മണ്ടത്തരം പറയുന്നുണ്ടായിരുന്നു. അന്ന് ആ ഫാമിലി തന്നെ ഇന്ന് നേരിട്ട് വന്ന് എല്ലാ മാധ്യമങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഫേക്ക് വോട്ടേഴ്സ് ഒന്നുമല്ല, ഞങ്ങൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. മൂന്നാമത്തെ പോയിന്റ്. ഇനി നാലാമത്തെ പോയിന്റ്, പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞ ആരോപണം എന്തായിരുന്നു? 25 സീറ്റുകളിൽ BJPക്ക് 33,000 വോട്ടിൽ താഴെയാണ് ലീഡ്. ഈ 25 സീറ്റുകൾ ഞങ്ങളിൽ നിന്ന് അവർ മോഷ്ടിച്ചെടുത്തതാണ്, ചെറിയ വോട്ടുകളുടെ ലീഡില്. ശരിയാണ്, BJPക്ക് 242 MP-മാരുണ്ട്, അതിനകത്ത് 25 പേർക്ക് 33,000-ൽ താഴെയാണ് വോട്ട്. അതായത് ഏതാണ്ട് 10% സീറ്റുകൾ BJP അങ്ങനെ ജയിച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, 98 സീറ്റുകളാണ് നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യയിൽ MP-മാരായിട്ടുള്ളത്. ഞാൻ കണക്കെടുത്ത് വെച്ചിട്ടുണ്ട്, 20 മണ്ഡലങ്ങളിലാണ് നിങ്ങൾക്ക് 33,000 റേഞ്ചിന് താഴെ വോട്ടുള്ളത്, ലീഡുള്ളത്. 20 മണ്ഡലങ്ങളിൽ. അതായത് BJP 10% സീറ്റുകളാണ് 33,000-ൽ താഴെ ജയിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ 20%. 98-ൽ 20 എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ചണ്ഡീഗഡിൽ 2,000 വോട്ടിനാണ്, സസാറത്തിൽ 20,000-നാണ്, ആറ്റിങ്ങലിൽ നിങ്ങൾ ശരിക്കും 1,000-നാണെന്നുണ്ടെങ്കിലും BJP-യുമായിട്ടുള്ള ഡിഫറൻസ് 15-16 ആണ്. തിരുവനന്തപുരം പാർലമെന്റിൽ 16,000-ആണ്, സൗത്ത് ഗോവ 13,000-ആണ്, ബനസ്കന്തയിൽ 30,000-ആണ്, സോണിപ്പട്ടിൽ 21,000-ആണ്. മുഴുവൻ ലിസ്റ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ പബ്ലിക്കായിട്ട് നിന്ന് വിളിച്ചുകൂവി കഴിയുമ്പോൾ പൊതുജനങ്ങൾ തന്നെ ഇറങ്ങി വന്ന് നിന്നിട്ട് നിങ്ങൾ ഞങ്ങളെ കുറിച്ചിട്ട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോ, എന്നിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥരെ നോക്കിയിട്ട് അദ്ദേഹം പറയുകയാണ് എന്താ, ഞാന് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോ പാഠം പഠിപ്പിക്കും. എന്തിന് ചോദ്യം അതാണ്.